സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ വിവാദം ഒഴിവാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വിശദീകരണത്തിനു ശേഷവും കോൺഗ്രസിലും യു.ഡി.എഫിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം യു.ഡി.എഫിന് വിട്ടുകൊടുത്താണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വിഷയത്തിലെ നിലപാടിൽ നിന്നും കഴിഞ്ഞ ദിവസം യു-ടേൺ അടിച്ചത്. നിയമസഭയിൽ വിദേശ മദ്യം സംബന്ധിച്ചും സംസ്ഥാനത്തെ ബാറുകൾ സംബന്ധിച്ചും മുഖ്യമന്ത്രി പറഞ്ഞത് തിരുത്തി മുൻ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലെ തുടർ വിവാദങ്ങളും പ്രതികരണങ്ങളുമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. സർക്കാരിനെ പിന്തുടർന്ന് മദ്യനികുതി വിവാദം. മുന്നണിക്കുള്ളിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെയാണ് ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കുന്ന തീരുമാനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുത്തത് എന്ന് വ്യക്തമാക്കിയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതിനു പിന്നാലെ യു.ഡി.എഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. മുന്നണിയിൽ വിശദമായി ചർച്ച നടത്തി നയം രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വിവാദം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരനാണ് പരസ്യമായി രംഗത്തു വന്നത്. മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്നതാണ് യു.ഡി.എഫിന്റെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തണം. ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണ്. ബജറ്റിന്റെ ഭാഗമായി ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ വിവാദ നികുതി പ്രപ്പോസൽ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബജറ്റ് പാസായി ഫിനാൻസ് ബിൽ ആയാൽ അത് സംസ്ഥാനത്തെ നിയമമാകും. ഇതോടെ മദ്യ കമ്പനികൾക്ക് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനുമാകും. ഫൈനാൻസ് ബിൽ പാസായി കഴിഞ്ഞ് വിരുദ്ധ തീരുമാനം മന്ത്രിസഭ എടുത്താലും മദ്യ കമ്പനിക്ക് അത് കോടതിയിൽ ചോദ്യം ചെയ്യാനാകുമെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ അനുവദിക്കുന്നതിനുള്ള നീക്കങ്ങൾ 2010 വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ ആരംഭിച്ചതാണെങ്കിലും നയപരമായ വ്യക്തത വന്നത് 2023 മദ്യനയത്തിലൂടെയായിരുന്നു. കഴിഞ്ഞ സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ചട്ടം ഭേദഗതി ചെയ്തെങ്കിലും നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. 42.86% വീര്യമുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അതേ നികുതിയായ 251% നൽകേണ്ടിയിരുന്നതിനാൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒരു കമ്പനിയും വിറ്റില്ല. ഈ പശ്ചാത്തലത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു കാറ്റഗറി കൊണ്ടുവന്നത് ഇടതു സർക്കാരാണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത് എന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. യു.ഡി.എഫ് തീരുമാനിച്ചാൽ ഈ നികുതി നിരക്കിൽ സംസ്ഥാനത്ത് മദ്യം വിൽക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ബജറ്റിൽ നികുതി തീരുമാനിക്കുന്നത് ശരവേഗത്തിലായതിനാലാണ് അതിവേഗം നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിച്ചത്. 2018-2019 കാലയളവിൽ 40% മുതൽ 60% വരെ വീര്യമുള്ള ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് കേരളത്തിൽ അനുമതി നൽകിയപ്പോൾ 78% നികുതിയാണ് മുൻ സർക്കാർ നിശ്ചയിച്ചത്. 2022-23 അത് 115%ആക്കി. ജോണി വാക്കറിൽ നിന്നും ശിവാസ് റീഗലിൽ നിന്നും കൈനീട്ടി വാങ്ങിയിട്ടാണോ 78% നികുതി നിശ്ചയിച്ചത് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ പ്രത്യാരോപണം ഉയർത്തി. എന്നാൽ ഇതു സംബന്ധിച്ച വിശദീകരണം ഇടതു നേതാക്കളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മദ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ സാധാരണയായി 150% ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയായി ഈടാക്കാറുള്ളത്. ഇതിനു പുറമെ സാമൂഹ്യക്ഷേമ സെസ് പോലെയുള്ള അധിക ചാർജുകളും ചിലപ്പോൾ ഈടാക്കാറുണ്ട്. കേരളത്തിൽ വിൽക്കുമ്പോൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള തുകയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി, വിൽപ്പന നികുതി, മറ്റ് സെസ്സുകൾ എന്നിവ കൂടി ചേർത്താണ് അന്തിമ വില നിശ്ചയിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ വില വർധനവാണ് ഈ ഇനത്തിൽ വരുന്നത്. വിനോദസഞ്ചാര മേഖലയിലെ സാധ്യത കൂടെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ തീരുവ നിശ്ചയിക്കപ്പെട്ടതെന്നാണ് ഇടതു നേതാക്കളുടെ വിശദീകരണം. കൂടാതെ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതിനെതിരെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 813 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നും ഉമ്മൻചാണ്ടിയുടെ അതേ മദ്യനയമാണ് വി.ഡി. സതീശൻ സർക്കാരിനെങ്കിൽ ബാറുകൾ പൂട്ടുമോ എന്നും അദ്ദേഹം ചോദിച്ചു.
വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നീക്കം മദ്യക്കമ്പനികളെ സഹായിക്കാനാണെന്നാണ് മുൻ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ആരോപണം. മദ്യനികുതിയും PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അത് സൃഷ്ടിച്ച ആഭ്യന്തര ഭിന്നതകളും UDF സർക്കാരിനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കൂട്ടായ ചർച്ചകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുന്നണിക്ക് തിരിച്ചടിയാകുന്നു എന്ന മുതിർന്ന നേതാക്കളുടെ തന്നെ വിമർശനം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന എതിർപ്പിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കോൺഗ്രസിനുള്ളിലും ഘടകകക്ഷികൾക്കിടയിലും നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനെ മുതലെടുത്ത് പ്രതിപക്ഷം നടത്തുന്ന ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങളും ഭരണപക്ഷത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ UDF നേതൃത്വം അടിയന്തരമായും ക്രിയാത്മകവുമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്നാണ് സ്പോട്ട്ലൈറ്റിന്റെയും നിരീക്ഷണം. നാളെ മറ്റൊരു വിഷയമായി ഇതേ സമയം വീണ്ടും കാണാം.